ഹായ് ഹലോ എല്ലാ ചങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇത് നമ്മളെ ഒരു അൺബോക്സ് വീഡിയോ ആണ്, ഒരു എയർ ബ്ലോവറിൻ്റെ അൺബോക്സ് വീഡിയോ ആണ്. ഇതൊരു കമ്പനിയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതെൻ്റെ കമ്പനിയിലെ ഗാർഡന്മാർക്ക് വേണ്ടി മേടിച്ച ഒരു എയർ ബ്ലോവറാണ്. അത്ര കിടുക്കാഴ്ചയുള്ള എയർ ബ്ലോവർ ആയതുകൊണ്ടാണ് നിങ്ങളിവിടെ കാണിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലെ കാറിൻ്റെ പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ കരിയിൽ ഒരുപാട് കൂടി കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ എയർ ബ്ലോവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൂത്ത് നടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് എവിടെ വേണോ കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇത് ബാറ്ററിയാണിത്. അത് 20 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയുടെ എയർ ബ്ലോവറാണ്. അത് ഒറ്റ ചാർജിൽ നമുക്ക് 15-20 മിനിറ്റ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്ര കിടക്കാച്ച ഒരു എയർ ബ്ലോവറാണ്. എപ്പോഴും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൻ ആളാക്കിയിടാൻ മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ നിങ്ങൾ മറന്നുപോകും. ലൈക്ക് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമ്മൾ അൺബോക്സ് വീഡിയോ ആയിട്ട് പോവുകയാണ്. കിടക്കാച്ചി ഒരു എയർ ബ്ലോവർ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് റോണിക്സ് എന്നാണ്. ഇതെങ്കിൽ കൂടെ കാണാം. ഈ ലീഫ് ബ്ലോവർ എന്നാണ്. ഇലയൊക്കെ അടിപൊളിയായിട്ട് അടിച്ച് എടുത്ത് കളയും. അതങ്ങനെ ഫാസ്റ്റ് ചാർജറാണ്, പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതിനങ്ങനെ 20 വോൾട്ട് ബാറ്ററിയാണിത്. അപ്പം ഇതാണ് നമ്മളെ പുതിയ റോണിക്സ് എന്നുള്ള പുതിയ പ്രോഡക്റ്റ്. നല്ല അടിപൊളി പവർഫുള്ളായ ഒരു ബ്ലോവറാണ്. അത് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം, അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മേലിങ്ങനെ ഇവിടെ കാണാം, എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം ഇതിൻ്റെ കൂടെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടുമെന്നുള്ളത്. ഇതിൻ്റെ കൂടെ അതിനങ്ങനെ ഇതൊരു വീഡിയോന് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് എൻ്റെ കമ്പനിക്ക് വേണ്ടി, നമ്മളെ കമ്പനിയിലെ ഗാർഡന്മാർക്ക് വേണ്ടി ഗാർഡൻ വൃത്തിയാക്കാൻ മേടിച്ച ഒരു ബ്ലോവറാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ കാണാം റോണക്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന അതിൻ്റെ എയർ പോകുന്ന, അതിൻ്റെ എയർ നമ്മൾ വെള്ളോട്ട് അടിച്ചു കളയുന്ന പൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള വേറൊരു പൈപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ പൈപ്പാണ് നമ്മൾ ബ്ലോവറിൽ വെച്ച് കണക്ട് ചെയ്യണത്. മറ്റേ അതിൻ്റെ എക്സ്റ്റൻഡറാണ്. ഇനി നമുക്ക് നോക്കാം ഇനി അടുത്ത അതിൻ്റെ കൂടെ എന്താണ് കിട്ടിയെന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ നമുക്ക് ഇരിക്കുന്ന ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതൊരു 20 വോൾട്ട് ബാറ്ററിയാണ്, ഇവിടെ കാണാൻ പറ്റും. അതിനൊക്കെ തന്നെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ബാറ്ററിയാണ് അത്. പിന്നെ ഇനി നമുക്ക് അടുത്ത എന്തിനാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജറാണ്. ഇവിടെ കാണാൻ പറ്റും. ഈ ചാർജറാണ് അടുത്ത ഉള്ളത്. ഇത് 20 വോൾട്ടിൻ്റെ ഒരു ചാർജറാണ്. സ്പീഡ് ചാർജറാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ബാറ്ററി ചാർജ്, ഫാസ്റ്റ് ചാർജ് എന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഒറ്റ ബാറ്ററിയേ ഉള്ളൂ, 2 ബാറ്ററി ഇല്ല. ഒരു ബാറ്ററി ഈ കമ്പനീൻ്റെ കൂടെ ഒരു ബാറ്ററി തരുന്നുള്ളൂ. ഇതിന് എൻ്റെ യൂസർ മാനുവൽ ബുക്കാണ്, ബാക്കി കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന നമ്മളെ ബ്ലോവർ, ഇത് കാണാം. സാധനം അടിപൊളി കണ്ടുകഴിഞ്ഞ് വേറെ കവറിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. നിങ്ങളിവിടെ കാണാൻ പറ്റും. കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബ്ലോവറിൻ്റെ ഇത് തന്നെ കാണാം. കറക്റ്റ് നമ്മളെ തോക്ക് കണക്കിരിക്കും. നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ബ്ലോവറാണ് അതിൻ്റെ ഉള്ളിരിക്കുന്നത്. നല്ല പവർഫുൾ ബ്ലോവറാണിത്. അതിൻ്റെ ബാറ്ററിൻ്റെ സ്ഥലമാണ് കാണിച്ചിരിക്കുന്നത്, ഞാൻ കാണിച്ചു തന്നേക്കണം. ഇപ്പം അവിടെ നമ്മൾ ബാറ്ററി പിൻ ചെയ്ത് ഇറങ്ങുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളും 20 വോൾട്ട് അങ്ങനെ അതിൻ്റെ വാട്സ് എല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിപ്പം മെഷീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ അതിൻ്റെ ചാർജർ എടുത്ത് അൺബോക്സ് ചെയ്യണം. ഇപ്പോൾ ചാർജറിൻ്റെ എന്ന് വെച്ചാൽ ബാറ്ററി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഇടുന്ന സമയത്ത് ചാർജിലേക്ക് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല എൻ്റെ പവർ. അപ്പോൾ നമ്മൾ ഇതാണ് എൻ്റെ ചാർജർ, നിങ്ങളിവിടെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ചാർജർ. അതിൽ റെഡും അതിങ്ങനെ ഒരു ഗ്രീൻ ലൈറ്റും ഉണ്ട്. നമ്മൾ ചാർജ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇടുന്ന സമയത്ത് റെഡ് ലൈറ്റ് ഓൺ ആവും. അതിനൊക്കെ ചാർജ് ആയി കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആകുമ്പോൾ എൻ്റെ ഗ്രീൻ ലൈറ്റ് ഓൺ ആവും. അത് അടുത്ത് നമുക്ക് എൻ്റെ ബാറ്ററിയും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ബാറ്ററിയാണ് പൊളിക്കുന്നത്. 20 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണിത്. ഇതിൻ്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞത് ഒരൊറ്റ ബാറ്ററി കിട്ടും, കമ്പനി തരുന്നുള്ളൂ. നമുക്ക് വേറെ ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മേടിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഒറ്റ ബാറ്ററി ഇത് കമ്പനി മേടിച്ചിട്ടുള്ളൂ. ഇതേ കണക്കാണ് ഇത് ഇടുന്നത്. ഇങ്ങനെ നമുക്ക് പിൻ ചെയ്ത് വയ്ക്കുക. അതായത് ഊരുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചാൽ വരത്തില്ല, പൊട്ടിപ്പോൾ. ഇവിടെ ഒരു എൻ്റെ ബാക്കിലൊരു പിന്നുണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കിലോട്ട് ആക്കിയാൽ മാത്രമേ അത് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഇടുന്ന സമയത്തും അതേ കണക്കിനെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ കയറ്റിയിടുന്ന സമയത്ത് അത് പോയി ക്ലിപ്പായി ലോക്കായിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അത് നമുക്കിപ്പോൾ ചാർജ് ചെയ്തൊക്കെ ഞാൻ ഇപ്പോൾ ചാർജ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ബാറ്ററി ഇടാത്തതുകൊണ്ടാണ് അതിപ്പം ഗ്രീൻ കത്തി കിടക്കുന്നത്. നമ്മളിപ്പോൾ ബാറ്ററി ഇടുന്ന സമയത്ത് അത് ഗ്രീൻ മാറിയിട്ട് അത് റെഡിലോട്ട് ലൈറ്റ് ആവും. അപ്പോൾ നമുക്ക് ബാറ്ററി ഇടാം. ഞാൻ ഇവിടെ ബാറ്ററി ഇടുന്ന സമയത്ത് ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ ചാർജ് ഇനി അതുകൊണ്ട് റെഡ് കത്തണം. ഇനി ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഇത് ഗ്രീൻ കത്തും. നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. സാധാരണ കണക്കല്ല, നമ്മൾ സാധാരണ സ്കൂട്ടറിലെ ബാറ്ററിയിലൊന്നും അതിൻ്റെ ബാറ്ററി എത്ര ചാർജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജ് അതിൽ കറക്റ്റ് കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പം യെല്ലോ കത്തിയപ്പോൾ പകുതിയായി, റെഡ് ഒട്ടുമില്ല, യെല്ലോ പകുതി. അതിനങ്ങനെ ഗ്രീൻ ആകുമ്പോൾ ഫുള്ളാവും. നമുക്കിപ്പോൾ ആ ഇരിക്കുന്ന തന്നെ പവർ ബട്ടണിൽ ഒന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അടുത്ത പോയിന്റ് എത്രയായി. നിങ്ങൾക്ക് ഇവിടെ അറിയാം ഗ്രീൻ യെല്ലോ ഫുള്ളായി, ഗ്രീൻ ചാർജ് കയറി തുടങ്ങി. നമുക്കിവിടെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ നമ്മളിപ്പം ബാറ്ററി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മളെ വീട്ടിൽ ആരെങ്കിലും യൂസ് ചെയ്ത് ചോദിച്ചിട്ട് വെച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കും. നമുക്കറിയത്തില്ല ഇത് ഇനി ചാർജ് ഉണ്ടായില്ലെന്ന്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആ റെഡ് ബട്ടണിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര ചാർജ് ഉണ്ടോ നമുക്ക് നമ്മൾ ദൂരെ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കടയിലെ വാടക കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പം നമുക്ക് അടുത്ത ആൾ വരുന്ന സമയത്ത് നമുക്കിവിടെ ഇത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുത്തി നോക്കാൻ പറ്റും ഇതിൽ എത്ര ചാർജ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കാര്യമാണ്. നമുക്ക് കറക്റ്റ് നമുക്ക് ആ ചാർജ് ഇല്ലെങ്കിൽ ചാർജ് കുത്തിയിട്ട് നമുക്ക് ഇപ്പോൾ വാടക കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ നല്ലൊരു കാര്യം ഉണ്ട് ഇതിൻ്റെ ബാറ്ററിയിൽ. ഇനി നമുക്ക് കാണാം 2 സൈഡിൽ സ്ക്രൂ ലൂസായിട്ട് വെച്ചിട്ടുണ്ട്. ലൂസാക്കി വെച്ചതിന് ശേഷം ഇത് അതിൻ്റെ അതിൻ്റെ മഫ്ലർ 2 എണ്ണത്തിന് നിങ്ങൾക്ക് കാണാം സെൻട്രലിൽ 2
ഹോളുള്ളത് അതിൻ്റെ ത്രെഡാണ്. അത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലോട്ട് കയറ്റി വെച്ചിട്ട് മറ്റേ എല്ലെങ്കിയാണ് എല്ലെങ്കി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സീറ്റിംഗ് ആയി. അതിൻ്റെ അത് റബ്ബർ വാഷ് ഉണ്ട്, അതിൽ സീറ്റിംഗ് ആയി, ശകലം പോലും ഹോളൊന്നുമില്ല, കറക്റ്റ് അത് സീറ്റിംഗ് ആയിരിക്കും. ഇനി നമുക്കതൊന്ന് വെച്ച് ടൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം കറക്റ്റ് ലൂസ് ചെയ്തതിന് ശേഷം ഇത് കണക്ക് ഉള്ളിലോട്ട് കയറ്റി അങ്ങ് ടൈറ്റ് അങ്ങ് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഹോൾ ഭാഗത്ത് തന്നെ ഇത് പോയി വീഴും. നല്ല രീതിയിൽ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ കാണുന്ന കണക്ക് പോയി വീഴും. അതിനുശേഷം നമുക്ക് ഈ എല്ലെങ്കി എടുത്തതിന് ശേഷം ഇത് കണക്ക് വെച്ചങ്ങ് ടൈറ്റ് ചെയ്താൽ മതി. ആദ്യം കൈയിട്ട് ടൈറ്റ് എത്രത്തോളം ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നെ കമ്പനി നമുക്ക് അതിൻ്റെ എല്ലെങ്കിയും തരുന്നുണ്ട്. അപ്പോൾ ആ എല്ലെങ്കി വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ആർക്കെങ്കിലും വാടകയ്ക്കോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബോക്സിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള എല്ലാ എല്ലെങ്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ കാണും. പിന്നെ അത് മേടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇളക്കി എപ്പോൾ വേണം നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ലൊരു ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ മഫ്ലർ ഇടണം. അതിപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ ഇവിടെ കാണാൻ നല്ല രീതിക്കാണ് ഇറങ്ങി പോയ സീറ്റിംഗ് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ മഫ്ലർ അതിൻ്റെ അകത്തിടാം. അതിൽ നിങ്ങൾ ഇവിടെ കാണാൻ ലോക്ക് കാണാൻ പറ്റും. ഉള്ളിലോട്ട് കയറിയിട്ട് അത് വലതോട്ട് തിരിക്കുന്ന സമയത്ത് അത് പോയി അങ്ങ് ലോക്കാവുകയാണ്. അത് ഊരിയൊന്നും പോകില്ല, അത് കറക്റ്റ് ലോക്കായിരുന്നാൽ പിന്നെ നമ്മൾ ഇളക്കിയാൽ മാത്രമേ ഇളവുള്ളൂ. നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ലോക്കിൻ്റെ അടയാളം അതേ കണക്ക് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ ഇട്ടതിന് ശേഷം വലതോട്ട് തിരിക്കുമ്പോൾ അതങ്ങ് പോയിട്ട് ലോക്കാവുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഇങ്ങനെ വലതോട്ട് തിരിച്ചാൽ മതി, അപ്പോഴത്തേക്ക് അത് കറക്റ്റ് പോയി ലോക്കാവും. ഇപ്പോൾ ആ സാധനം ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കാണാൻ വലിയ തോക്കൊക്കെ എടുക്കാനൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കയ്യിൽ വലിയ വെയിറ്റും കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് കൈ കൊണ്ടുപോയിട്ട് അടിപൊളിയായിട്ട് അടിക്കുക. ഇതിൽ ഇപ്പോൾ 0 ആണ്, അത് 1, 2 മൊത്തത്തിൽ 2 സ്പീഡുണ്ട്. ചെറിയ സ്പീഡ് 1, 2 ഇടുമ്പോൾ നല്ല പവർഫുള്ളായിട്ട് ഭയങ്കര ശക്തിക്കാണ് കാറ്റ് വരുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഓണായി കാണിച്ചാൽ 2 സ്പീഡാണ് ടോട്ടലി കമ്പനി ഇതിൽ കൊടുത്തേക്കണം. നമുക്ക് ഏത് സ്പീഡെന്ന് വെച്ചാൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റുന്നത്. ഇത് ബാറ്ററി ഇതേ കണക്കാണ് ഇടുന്നത്. കഴിഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് ഇളവത്തില്ല. അത് ഈ ക്ലിപ്പ് പിടിച്ച് ബാക്കത്തെ ക്ലിപ്പ് പിടിച്ച് ഊരിയാൽ മാത്രമേ ബാക്കിലോട്ട് ഇളവ് വരുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ജറക്കിയോട് ക്ലിപ്പ് ടൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് അടിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ അവിടെ ബ്ലോവർ ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര ശക്തിയിലാണ് കാറ്റ് പോകണമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഇലയൊക്കെ മൊത്തം തൂഫാനായി പോകുന്നുണ്ട്. ഇലയൊക്കെ ആകെ നല്ല സ്പീഡിന് അടിപൊളിയായിട്ട് ഇലയൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാധനം നമ്മളെ വീട്ടിൽ മേടിച്ച് വെച്ചാൽ നല്ലതാണ്. തൂക്കണതിന് പകരം നമുക്ക് ഈ ബാറ്ററി ചാർജ് കിട്ടുന്ന ഒരു തവണ ചാർജ് ഇട്ട് കഴിഞ്ഞാൽ ഒരു തവണ ചാർജ് ഇട്ട് ഞാൻ പറയാൻ പറ്റുന്നത് നമ്മൾ ഫസ്റ്റ് ചാർജ് ചെയ്യുന്ന ഏകദേശം ഒരു 15-20 മിനിറ്റാണ് ഒറ്റ ചാർജിങ്ങിൽ നമുക്കിത് അടിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഇവിടെ അടിച്ച് അടിപൊളിയായി ക്ലീനാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിയിട്ടാണ് മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ ലൈക്ക് തന്നെ കാണുക, കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോലെ നിങ്ങൾ ലൈക്ക് തന്നെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വർക്കുമാര് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.